ഒരു ചേട്ടൻ അവിടെ ഇരുന്നു. ചേട്ടൻ്റെ മേത്തേക്ക് വീണോ? അതൊന്നും പറ്റിയില്ല. ഇല്ല. എല്ലാവർക്കും നമസ്കാരം. ഒരു അരമണിക്കൂർ മുൻപ് നമ്മുടെ ചാലക്കുടി ബീവറേജിൻ്റെ മുൻവശത്തായിട്ട് ഒരു കൂറ്റൻ മരം അത് കടപുഴകി വീണു. ആ മരം അപകടാവസ്ഥയിലായി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ യാതൊരു ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരുവിധം കാറ്റുണ്ടായിരുന്നു. ആ കാറ്റത്ത് പിടിച്ചത് ചെരിഞ്ഞിട്ടുണ്ട്. വലിയ ഒരു ദുരന്തത്തിൽ നിന്നാണ് ഇവിടുത്തെ ആളുകൾ രക്ഷപ്പെട്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ ബീവറേജ് തുറക്കും, അതിൻ്റെ ആൾക്കാരുണ്ടാവും. പിന്നെ ഇവിടെ ബസ് കയറാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവും. അവരുടെ മേത്തേക്ക് മരം വീണാണ്. ഇപ്പോൾ നിലവിൽ ഈ മരം വീണപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ മരം വീണ് കഴിഞ്ഞപ്പോൾ ആ മരം വീണതിൻ്റെ അവിടെ ഒരു ചേട്ടൻ ആക്റ്റീവ ഇരിക്കണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ മേലേക്കാണ് ഈ മരം വീണത്. ആ ആക്റ്റീവയുടെ ഫ്രണ്ട് ഭാഗം മൊത്തം തകർന്നു പോയി. പക്ഷേ ആ ചേട്ടനൊന്നും പറ്റില്ല. ആ ചേട്ടൻ്റെ പേര് ഷാജു, കൂട്ടാലപ്പറമ്പിൽ 4 വീട്, 58 വയസ്സ്. ആ ചേട്ടന് വേറെ പരിക്കുകളൊന്നും പറ്റില്ല. ബൈക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇത് തോന്നും. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ മരങ്ങളുടെ സ്ഥിതി, എല്ലാ മരങ്ങളും പോയി കൂട്ടമായി വെട്ടണം എന്നല്ല പറയണേ. അപകടാവസ്ഥയിലായിട്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റാവുന്ന മരങ്ങൾ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടി മാറ്റുക. അല്ലെങ്കിൽ ഇതുപോലത്തെ അവസ്ഥ വരും. ഈ മരത്തിന് വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ മരം ഇങ്ങനെ കടഭാഗം ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് മരത്തിനെ അറിയണ്ടായിരുന്നുള്ളൂ. ഇന്ന് കടപുഴകി വീണു. ഒരു ബൈക്കുകാരൻ്റെ മേത്തേക്കാണ് വീണത് ഇവിടെ ഇരുന്നത്. പക്ഷേ വേറെ അപകടങ്ങളൊന്നും പറ്റിയില്ല. ആളുകൾ കുറച്ചും കൂടി കഴിഞ്ഞ് ഇവിടെ ആളുകൾ ഉണ്ടായേനെ. എന്തോ ഭാഗ്യം.